Pro, the lucky mascot of Curry and Spices RanjusOwn. Keep watching. ഇന്നത്തെ ഹലോ നമ്മുടെ കാസ്പ്രോ ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഹലോ ഒന്നുമില്ല. ഇന്ന് നമ്മുടെ എപ്പിസോഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നൊരു സാമ്പാർ പൊടിയാണ്. അപ്പം എല്ലാവരും കണ്ടു കാണും സാമ്പാർ പൊടി എന്നുള്ളത്. അപ്പം പലരും ചിന്തിക്കും എന്താ ഒരു സാമ്പാർ പൊടി എന്ന്. അത് എൻ്റെ ഒരു വ്യൂവറിന് മാത്രം പറയാൻ പറ്റില്ല. എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ഒരു സാമ്പാർ പൊടി ഒന്ന് കാണിക്കുമെന്ന്. കാരണം പലരും റെഡിമെയ്ഡാണ് മേടിക്കുന്നത്. അപ്പം വീട്ടിൽ തന്നെ സേഫറാണല്ലോ, മറ്റേ റെഡിമെയ്ഡിൽ എന്തൊക്കെയാണ് ഇടുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം സേഫായിട്ടുള്ള രീതിയിൽ ഒരു സാമ്പാർ പൊടി കാണിക്കുമെന്നുള്ളത്. അപ്പം സാമ്പാർ പൊടിയെ നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പം കടലപ്പരിപ്പ് വെച്ചിട്ടുണ്ടാക്കും. പൊടി ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ കടലപ്പരിപ്പുണ്ട്, തോരപ്പരിപ്പുണ്ട്. അപ്പം ഓരോ പൊടിക്കും ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും, ടേസ്റ്റിനുള്ള ഡിഫറൻസ് ഉണ്ടാവും. ഇന്നിപ്പോൾ ഞാൻ കാണിക്കുന്നത് കടലപ്പരിപ്പ് വെച്ചിട്ടുള്ള എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. തോരപ്പരിപ്പിൻ്റെ ആണെങ്കിലും വേറെ ഒന്ന് രണ്ട് ടൈപ്പ് ഉണ്ട്. അപ്പം അതെല്ലാം ഞാൻ വേറെ എപ്പിസോഡിൽ കാണിച്ചു തരാം. അപ്പം ഇന്ന് നമുക്ക് നമ്മുടെ സാമ്പാർ പൊടി ഒന്ന് നോക്കാം. സാമ്പാർ പൊടിക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ചനാദാൽ, നമ്മുടെ കടലപ്പരിപ്പ് 1/4 കപ്പ്, അത് 250 ml ഗ്ലാസിൻ്റെ ഒരു 1/4 കപ്പ്. അതേപോലെ തന്നെ മല്ലി, നമ്മുടെ മുഴുവൻ മല്ലി, അത് 1/4 കപ്പ്. അപ്പം കടലപ്പരിപ്പും മല്ലിയും 1/4 കപ്പ്. പിന്നെ ഉഴുന്നുപരിപ്പ് 2 ടേബിൾ സ്പൂൺ, പെപ്പർ കോൺ 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഓയിൽ അതും 1 ടേബിൾ സ്പൂൺ. ഇപ്പോൾ പെപ്പർ കോണും മഞ്ഞൾപ്പൊടിയും ഓയിലും 1 ടേബിൾ സ്പൂൺ. പിന്നെ കായപ്പൊടി 1 ടീസ്പൂൺ. ഇതെല്ലാം ഇപ്പം ഞാൻ കായപ്പൊടിയാണ് എടുക്കുന്നത്. നിങ്ങൾ കായായിട്ടാണ് എടുക്കുന്നതെങ്കിൽ അതൊന്ന് മൂപ്പിച്ചിട്ട് വേണം പൊടിച്ചെടുക്കാൻ. ഉലുവ 1 ടീസ്പൂൺ. പിന്നെ വറ്റൽ മുളക് 18-20 എണ്ണം, അത് എരിവ് അനുസരിച്ചിട്ട് എടുക്കാം. ഇതിപ്പം പകുതി ഒരു 10 എണ്ണം നമ്മുടെ എരിവില്ലാത്തതാണ്, കാശ്മീരി ചില്ലി കിട്ടില്ലേ, അതും പിന്നെ ഒരു 10 എണ്ണം എരിവുള്ളതും അങ്ങനെ എടുക്കാം. അപ്പം ഞാനിതെല്ലാം എരിവുള്ളത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒരു 18-20 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില 1 കതിര്. ഇപ്പം പാൻ ഒന്ന് ചൂടായി. ഇനി നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അത് ലോ ഫ്ലെയിമിൽ തന്നെ റോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇതിൽ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുക നമ്മുടെ കടലപ്പരിപ്പിനാണ്. കാരണം അത് കുറച്ച് കട്ടിയില്ലേ. ഒരു 5 മിനിറ്റോളം ചെറിയ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഉഴുന്നുപരിപ്പ്, മല്ലി. ഇപ്പോൾ ഈ ഓരോന്നായിട്ട് റോസ്റ്റ് ചെയ്യുമ്പം പ്രയാസമല്ലേ എന്ന് വിചാരിക്കും. ഇപ്പോൾ ഒരു ദിവസം നമ്മളിത് ഇങ്ങോട്ട് കുറച്ചൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് സാമ്പാർ ഉണ്ടാക്കാമല്ലോ. ഇത് പൊടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മാസം വരെ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ചാൽ കേടാവാതെ ഇരുന്നോളും. ഞാനിപ്പോൾ കുരുമുളകും ഉലുവയും കൂടെ ഒന്നിച്ചങ്ങോട്ട് ഇടുക. ഇപ്പോൾ വറുത്ത ഉലുവാപ്പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി. പിന്നെ പ്രത്യേകം വറക്കണം എന്നില്ല. നമ്മൾ പൊടിക്കുന്ന കൂട്ടത്തിൽ അതിൽ മറ്റേ കായപ്പൊടിയുടെ കൂടെ അതും ഇട്ടാൽ മതി. ഇനിയും 1 ടേബിൾ സ്പൂൺ എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ വറ്റൽ മുളകും അതേപോലെ കറിവേപ്പിലയും രണ്ടും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. ഒന്ന് മുളകൊന്ന് അതേപോലെ വീർത്ത് വരും. ആ സമയമാകുമ്പം നമുക്കവിടെ ഓഫ് ചെയ്യാം. ഒരു മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 2 മിനിറ്റ് നമ്മളുടെ പിന്നെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം അനുസരിച്ചിട്ടിരിക്കും. ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയി. നമുക്ക് ഇനി ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ആ വലിയ ചൂട് മാറിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മളുടെ സാമ്പാർ പൊടി ഇവിടെ റെഡി. ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ 6 മാസം വരെ സുഖമായിട്ടിരിക്കും. അതല്ല നിങ്ങൾക്ക് പുറത്ത് വെക്കണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഫ്രീസറിൽ വരെ വെക്കാം, ഒന്നും പറ്റില്ല. ഫ്രീസറിൽ വെച്ചാൽ 1 വർഷം വരെ ഒരു കുഴപ്പമില്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളുടെ
സാമ്പാർ പൊടിയുടെ റെഡി. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ ഇതുവരെ കറി ആൻഡ് സ്പൈസസ് രഞ്ജൂസോൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അതേപോലെ നിങ്ങളെൻ്റെ വീഡിയോസ് കാണുമ്പം അതിനകത്തൊരു ലൈക്ക് ബട്ടൺ ഉണ്ട്. ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. താങ്ക് യു.